സ്വപ്നങ്ങളും സ്വപ്നത്തിന്റെയൊക്കെ വ്യാഖ്യാനങ്ങളും അതാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഭാഗമാണ് തൊട്ട് മുമ്പ് വന്നത്. അപ്പൊ ആദ്യത്തെ ഭാഗം വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് അവരുടെ സ്വപ്നങ്ങളും അവർക്ക് കിട്ടിയ വ്യാഖ്യാനങ്ങളും ഇതാണോ ഇതൊക്കെ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഇതുവരെ എന്നോട് സംസാരിക്കാത്ത പുതിയ പലരും സ്വപ്നങ്ങൾ ആ ഒരു മെസ്സേജ് കണ്ടതിന് ശേഷം പല പല സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ഇനി പല പല എപ്പിസോഡായിട്ട് ഇത് മുന്നോട്ട് പോകും. ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. കാരണം നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം, സൃഷ്ടാവ ദൈവം തന്നെ നമ്മളോട് ഇടപെടുന്ന ഈ രീതി എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ കണ്ടിട്ടില്ലേ, പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഉറങ്ങിക്കിടന്നിട്ട് ചിരിക്കുന്നു, കൈകാലിട്ടടിക്കുന്നു, ഇവരൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. മനുഷ്യനത് കിട്ടിയിട്ട് അവൻ പ്രായോഗികമായി സ്വതന്ത്ര ബുദ്ധിയാൽ അവൻ അത് മനസ്സിലാക്കി ആത്മീയമായി വളർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു വ്യത്യാസം ഈ മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഉണ്ട്. ആത്മീയമായി വളർച്ച വരുന്നതനുസരിച്ച് ഇത് കൂടി 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 വരും. അപ്പൊ ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്നോ രണ്ടോ കാര്യങ്ങളോ അല്ലെ കുറച്ച് കാര്യങ്ങളോ പറഞ്ഞത് പെട്ടെന്ന് തീരൂല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ തന്നെ സ്വപ്നം തന്നെ ഇപ്പൊ ഞാൻ പൂർണ്ണ ഉറക്കത്തിലുള്ള സ്വപ്നത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് ആത്മീയത്തിൽ ഒരു ലെവലാകുമ്പോഴാണ് ഈ സ്വപ്നങ്ങൾ നമ്മൾ ഉറക്കത്തിൽ തന്നെ കണ്ട് തുടങ്ങുന്നത്. ഇനി ആ ഉറക്കത്തിൽ കണ്ട സ്വപ്നം ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ കുറച്ചും കൂടി ആത്മാവ് വളരണം. അത് കുറച്ചും കൂടെ നമ്മൾ പവർഫുൾ ആയാലേ ഈ കണ്ട സ്വപ്നം ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഇനി ആ കണ്ടു ഇനി കുറച്ചും കൂടെ പവർഫുൾ ആയി കഴിയുമ്പോൾ ഈ കണ്ട സ്വപ്നത്തിലൂടെ തന്നെ നമ്മുടെ ആത്മാവ് നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരും. ഇങ്ങനെയാണ് അങ്ങനെയാണ്. അത് കുറച്ചും കൂടെ ആത്മീയത വളരുമ്പോഴാണ്. ഇനി കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോൾ ഈ സ്വപ്നം എന്ന് പറയുന്നത് പൂർണ്ണ ഉറക്കത്തിലായിരിക്കില്ല, ഹാഫ് മൈൻഡിൽ. അതായത് ഉറക്കവും അല്ല, ഉണർന്നിട്ടുമില്ല. കൂടുതൽ സംഭവിക്കുന്നത് നമ്മൾ ഉറങ്ങി തുടങ്ങുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ഈ കാഴ്ചകൾ സ്വപ്നം പോലെ വരുന്നത് രാവിലെ ഉണർന്നതിന് ശേഷം, ഈ കട്ടിൽ നിന്ന് എഴിച്ചു പോകുന്നതിന് മുന്നോടിയായിട്ട് വെളുപ്പാരാവിലെ അല്ലെങ്കിൽ ഉറക്കം ഒഴിച്ചു വരുന്ന സമയത്താണ് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ ആ സമയത്താണ് നമ്മൾ ശരിക്കും പൂർണ്ണമായി ആത്മീയത്തിൽ നമ്മൾ വസിക്കുകയും ജീവിച്ചിട്ട് അവസാനം ബോധ മനസ്സിലേക്ക്, അത് ഉപബോധ മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്ക് വരുന്ന സമയമാണ്. ഹാഫ് മൈൻഡിൽ ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കത് നല്ലവണ്ണം വ്യക്തമായി വരുന്നതാണ്. അപ്പൊ അങ്ങനത്തെ സ്വപ്നങ്ങളുണ്ട്. സ്വപ്നം നല്ല, പിന്നെ അതിനെ ദർശനങ്ങൾ എന്ന രീതിയിലേക്ക് മാറി വരും. നമ്മൾ പൂർണ്ണ ഉറക്കത്തിൽ കാണുന്നതല്ല. ഇനി അത് കുറച്ചുകൂടെ ആത്മീയത്തിൽ വളർന്നു കഴിയുമ്പോൾ നമ്മൾ ഇരുന്ന് ധ്യാനിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഈ സിനിമ, ഈ സ്വപ്നം പോലെ ഇതെല്ലാം ഒരേ സാധനമാണ്. പല പല സ്റ്റേജിൽ നമ്മൾ കാണുന്നതേ ഉള്ളൂ. കാഴ്ചകളെല്ലാം ഒരേപോലെയാണ്. ഇരുന്ന് ധ്യാനിച്ചിരുന്ന് ഇരിക്കുമ്പോൾ തന്നെ ഒരു ഹാഫ് മൈൻഡിലേക്ക് പോയിട്ട് ഇതുപോലെ സിനിമകൾ കാണുന്നത് പോലെ കാണുന്ന അടുത്ത ലെവലുണ്ട്. ഇനി അതും കഴിഞ്ഞ് കുറെ കൂടെ ആത്മീയത വളർന്നു കഴിയുമ്പോൾ നമ്മൾ വെറുതെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ തന്നെ, നമ്മൾ ഹാഫ് മൈൻഡിലോ ഉറക്കത്തിലോ പോകണ്ട, കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ തന്നെ ചില കാഴ്ചകൾ കണ്ടു തുടങ്ങുന്ന ചില കാര്യങ്ങളുണ്ട്. ഇനി കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ സ്വപ്നം പോലെ അല്ലാതെ തന്നെ നമ്മുടെ കണ്ണ് തുറന്നിരിക്കുകയാണോ കണ്ണ് അടഞ്ഞിരിക്കുകയാണെന്ന് പോലും അറിയാൻ പറ്റൂല. നമ്മുടെ കൺമുന്നിൽ ഇതേപോലെ സിനിമ പോലെ ചില കാര്യങ്ങൾ കാണും. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സ്വപ്നത്തിന് അപ്പുറത്തോട്ടുള്ള നമ്മുടെ മുറിയുടെ വാതിലോ മറ്റു റൂമുകളോ കൂടി നമുക്ക് കാണാൻ പറ്റും. അതായത് 3 ഡയമെൻഷണൽ കാഴ്ചയുണ്ട്, അതിനോടൊപ്പം തന്നെ 4th ഡയമെൻഷനിൽ നടക്കുന്ന ഈ കാഴ്ചകളും കൂടെ കാണാൻ പറ്റുന്ന ലെവലിലേക്ക്, അവസാന സ്റ്റേജിലേക്ക്, അത് ഇത്തിരി ഹൈ ലെവലിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ ദർശനങ്ങൾ കിട്ടാൻ തുടങ്ങും. അങ്ങനെ പല പല രീതിയിലാണ്, സ്റ്റേജസിലാണ് ഈ സ്വപ്നം അല്ലെങ്കിൽ ഈ ദർശനങ്ങളുടെ പോക്ക്. ഇനി ഇതോടൊപ്പം തന്നെ ശബ്ദത്തിൽ, സംസാരത്തിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ കിട്ടും. ഇപ്പൊ ചില സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ മനസ്സ്, നമ്മുടെ ആത്മാവ് തന്നെ നമുക്ക് നിർദ്ദേശങ്ങൾ തരും. ഇപ്പൊ പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നു, ചില സമയത്ത് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നീ അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഉള്ളിൽ നിന്ന് ആരോ പെട്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ നീ എന്തത് ചെയ്യാത്തത്, അല്ലെങ്കിൽ നീ അവിടെ പോണം, ഇങ്ങനെയൊക്കെ ആരോ പെട്ടെന്ന് ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ കേൾക്കുന്നുണ്ട്. അത് ആര് പറയുന്നതെന്ന് വെച്ചാൽ എന്റെ ശബ്ദത്തിൽ ഞാൻ തന്നെ എന്റെ അകത്ത് നിന്ന് യാദൃശ്യമായിട്ട് എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ഇതൊരു അനുഭവമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതൊക്കെ കുറച്ച് ആത്മീയ വളർച്ച വന്നു തുടങ്ങിയതിന് ശേഷം വരുന്ന അനുഭവങ്ങളാണ്. പിന്നെ ഒരു അനുഭവം എന്ന് പറഞ്ഞത്, നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക തന്നെ നമ്മൾ ആ സ്വപ്നത്തിൽ നമ്മൾ ജീവിച്ച് പോകും. നമ്മൾ ആ സ്വപ്നത്തിൽ അല്ലെങ്കിൽ ആ സിനിമയിൽ നമ്മളുണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല. കാരണം നമ്മൾ പക്ഷെ ലൈവായിട്ട് അവിടെ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതോടൊപ്പം തന്നെ
നമ്മളെ ആരോ നമ്മുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു, നമ്മുടെ കയ്യിൽ പിടിച്ച് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ രൂപത്തെ കാണാൻ പറ്റൂല, ആളെ കാണാൻ പറ്റൂല. വേറെ ആരോ നമ്മളോട് സംസാരിക്കുന്നു, നമ്മുടെ കയ്യിൽ പിടിച്ച് ചിലപ്പോൾ നമ്മൾ എങ്ങോട്ടോ പറന്നു പോകുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ ആരോ പിടിച്ചിട്ടുണ്ട്, നമ്മളെ കൂടെ ആരോ സംസാരിച്ച് നടപ്പുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ചില കാഴ്ചകൾ കാണാം. ഇത് ഇത്തിരി കൂടെ വളർന്ന് വരുമ്പോഴുള്ള ലെവലാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ അതായത് ഇരുന്നും കൊണ്ട് ധ്യാനിച്ച് ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് പോയി ചില കാഴ്ചകൾ സ്വപ്നം പോലെ കാണുന്ന ആ ലെവലിൽ അനുഭവപ്പെടുന്ന ചില അനുഭവങ്ങളും കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഉറക്കത്തിലും അത് വരാം. പക്ഷെ ഈ പൂർണ്ണ ഉറക്കത്തിൽ അതായത് ഈ ബോധം കെട്ട് ഉറങ്ങുന്ന സമയത്ത് കാണുന്ന ആ ലെവലിൽ അത് ശിശുക്കളായി നിൽക്കുന്ന അവർക്ക് ഞാൻ ഇപ്പൊ പറയുന്ന അനുഭവങ്ങൾ പെട്ടെന്ന് ഉണ്ടാകൂല. അതിൽ നിന്നൊക്കെ മാറി ഹാഫ് മൈൻഡ്, അതായത് ബോധമനസ്സും അബോധ മനസ്സും ഒരേപോലെ രണ്ടും ഘട്ട ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് നമുക്ക് നമ്മുടെ മറ്റ് കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. വീട്ടിൽ അടുക്കളയിലൊക്കെ പാചകം ചെയ്യുന്നതും നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ വൈഫ് എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ നമുക്ക് കേൾക്കാനും പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ഹാഫ് മൈൻഡിലിരുന്ന് 4th ഡയമെൻഷനിലും 5th ഡയമെൻഷനിലും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് കുറച്ചുകൂടെ. ആ അവസ്ഥയിലാണ് ഏതോ ഒരു അദൃശ്യമായ ഒരു ശക്തി നമ്മളെ നയിക്കുന്നു, നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നു, നമ്മളെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കും. ഇങ്ങനെയൊക്കെ അനുഭവം വരുമ്പോൾ അത് മനസ്സിലായിക്കൊള്ളണം, ഏതോ ദേവനോ അല്ലെങ്കിൽ ഏതെങ്കിലും മാലാഖയോ ഇങ്ങനെയൊക്കെ ഉള്ള ഏതെങ്കിലും അദൃശ്യ ശക്തികൾ നമ്മളോട് ഇടപെടുന്നത് നമ്മൾ അനുഭവിക്കുന്നു എന്ന് തിരിച്ചറിയണം. ഇങ്ങനെ പല 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 കാര്യങ്ങളുണ്ട്. വിശദീകരിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ പേരിൽ. അതൊക്കെ ഞാൻ വഴിയെ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മൾ കാണുന്ന ഇതെല്ലാം സ്വപ്നമാണ്. പക്ഷെ തുടക്കം വരുന്നത് ഈ ഉറക്കത്തിലെ നമ്മളിത് അനുഭവപ്പെടുന്നു എന്നുള്ളൂ. ഇനി പിന്നീട് ഉറങ്ങാതെ തന്നെ ഇതൊക്കെ അനുഭവപ്പെടുന്നു, ഇത്രയേ ഉള്ളൂ. സംഗതിയെല്ലാം ഈ കഥാരൂപേണ നമുക്ക് പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് ഇൻഫർമേഷൻ തരുന്നതാണ് ഈ സംഗതി. ഇനി ഇത് വ്യാഖ്യാനിച്ചെടുക്കാൻ ഇതാണ് പലർക്കും ഇപ്പോൾ ഡൗട്ട്. പക്ഷെ എന്നെ മെസ്സേജ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ചിലർക്ക് അങ്ങോട്ട് തിരിച്ചു വയ്ക്കും, നിങ്ങൾ തന്നെ ഇതൊന്ന് വ്യാഖ്യാനിച്ച് പറ, ഞാൻ ഒന്ന് കേട്ട് നോക്കട്ടെ, ശരിയല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അവരവരുടെ രീതിയിൽ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ യാതൊരു അടിസ്ഥാനമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ ചിലര് കറക്റ്റ് വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവർ കുറച്ചുകൂടെ ആത്മീയ വളർച്ച അവർ പോലും അറിഞ്ഞുകൂടാ. മുൻ ജന്മങ്ങളിലൂടെ അവർക്ക് ആ വളർച്ച ഉണ്ട്. അവർ ആത്മാവ് അത്രയും പവർഫുൾ ആയതുകൊണ്ട് അവർ ഈസി ആയിട്ട് വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട് പലരും. അപ്പൊ അതേപോലെ പലർക്കും വ്യാഖ്യാനിച്ച് പറയാനുള്ള കഴിവുണ്ട്. കാരണം മുൻ ജന്മങ്ങളിലൂടെ അത് ആർജിച്ച് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആ വ്യാഖ്യാനിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പൊ നമ്മൾ ഈ സ്വപ്നം കാണുമ്പോൾ, ഇപ്പൊ എന്റെ അടുത്ത് തന്നെ മെസ്സേജ് വിടുമ്പോൾ ഇന്ന കാര്യം കണ്ടു എന്നും പറഞ്ഞാണ് പലരും മെസ്സേജ് വിട്ടേക്കുന്നത്. അങ്ങനല്ല. നമ്മൾ ആ സ്വപ്നം കണ്ട് തുടങ്ങുന്നത് മുതൽ ഈ സ്വപ്നം കണ്ട് തീരുന്നത് വരെയുള്ള A to Z കാര്യങ്ങൾ, സകലമോന കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കണം. നമുക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ ഇപ്പൊ രാവിലെ എഴുതിച്ച് നമ്മൾ കുറച്ചേ ഓർമ്മയുള്ളെങ്കിൽ നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് ഉടനെ ചാടി നമ്മളെ മൈൻഡ് മാറ്റിക്കളഞ്ഞിട്ട് വേറെ ജോലിക്കോ കാര്യത്തിനോ പോവാതെ ഉണർന്നിട്ടിന് ശേഷം ഒരു കസേരയിലോ അല്ലെങ്കിൽ കട്ടിൽ തന്നെ ഒന്ന് ഇരുന്ന് ഈ കണ്ട കാര്യം ഒന്ന് റീകളക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് മറന്നു തുടങ്ങണമെങ്കിൽ പോലും നമ്മൾ ഒന്നും കൂടെ ഇരുന്നൊന്ന് റീകളക്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരും. അപ്പൊ തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെയാണ് ഇത് കണ്ടെന്നുള്ളത് ഒരു സിനിമ പോലെ നിങ്ങൾ അതിനെ മനസ്സിൽ കാണണം. അപ്പം ഒരു കഥ പോലെ അത് കിട്ടും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ഉപനിഷത്ത് തന്നെ കഥകളാണല്ലോ. പക്ഷെ കഥയിലൂടെ ഒരുപാട് തത്വങ്ങളുണ്ട്, പല പല തത്വങ്ങളുണ്ട്. ഒരു കാര്യമായിരിക്കില്ല. ഇപ്പൊ എന്നോട് ദൈവം പറയുന്നത് കുറഞ്ഞത് 7 കാര്യങ്ങളെങ്കിലും ഒരു സ്വപ്ന ദർശനത്തിൽ ഉണ്ടായിരിക്കും. 7 കാര്യങ്ങൾ കാണും, 7 ഇൻഫർമേഷൻ അതിനകത്തുനിന്ന് കാണും. ആത്മീയമായിട്ടുള്ളതും കാണും, ഭൗതികത്തിലുള്ള കാര്യങ്ങളും കാണും. അപ്പൊ ഇതെല്ലാം നമ്മൾ വേർതിരിച്ചെടുക്കണം. ഇപ്പം തുടക്കം മുതൽ ഒടുക്കം വരെ കാണുമ്പോൾ, ഒരു കഥ പോലെ കാണുമ്പോൾ പല 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 തത്വങ്ങൾ അതിനകത്ത് കാണും. ഈ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു കഥ ഉപനിഷത്തിലൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു ഭാവന, ഒരു കഥ ഉണ്ടല്ലോ, കഥയിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയല്ലോ. അപ്പൊ ആ കഥ പറയുമ്പോൾ ഉദാഹരണത്തിന് ഒരിടത്തൊരു മഹർഷി ഉണ്ടായിരുന്നു. അയാൾ ദിവസവും വെളുപ്പാരാവിലെ 3:30 മണിക്ക് എഴുച്ച് ധ്യാനിക്കുമായിരുന്നു. അയാളുടെ ഭാര്യ പതിവ്രത ആയത് കാരണം അവരുടെ ഭക്തി ഉത്തമവും അവരുടെ പ്രാർത്ഥന ദൈവത്തിലേക്ക് എത്തുന്നതുമായിരുന്നു. അവരുടെ മക്കൾ 5 മക്കളുള്ളതിൽ മൂത്തവൻ ആൺകുട്ടിയായതിനാൽ അവനായിരുന്നു അച്ഛന്റെ ഏറ്റവും വലിയ വലിയ പൂജാകർമ്മങ്ങളിൽ മുൻപന്തിയിൽ നിന്നതും അച്ഛൻ കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിച്ചതും ഈ മൂത്ത പുത്രനിലായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കഥ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അതിന് പല തത്വങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അദ്ദേഹം വെളുപ്പാരാവിലെ എഴുച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അത് മനസ്സിലായി, വെളുപ്പാരാവിലെ എഴുച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പൊ വെളുപ്പാരാവിലത്തെ എഴുച്ച് പ്രാർത്ഥിക്കണം. ഈ ഒരു കാര്യം കിട്ടി, സിമ്പിൾ, ഓക്കെ. ഇനി അയാളുടെ ഭാര്യ പതിവ്രതയായിരുന്നു ആയതിനാൽ അവളുടെ ഭക്തിയും പ്രാർത്ഥനയും അത്യുത്തമമായിരുന്നു. അവളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് എത്തുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ
അവിടെ നമ്മൾ നോക്കണം ആ ഭാര്യ എങ്ങനെയാണ്. ഇനി മക്കളിൽ 5 മക്കളിൽ മൂത്തവനായതിനാൽ അവനെയാണ് പൂജാ കാര്യത്തിന്റെ അതിന്റെയൊക്കെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാന കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത്. അപ്പൊ അതിൽ നിന്നൊരു തത്വം മനസ്സിലായി, ആൺമക്കളുണ്ടെങ്കിൽ അതിൽ മൂത്ത ആണിനായിരിക്കും അച്ഛന്റെ ആ ഏറ്റവും വലിയ സ്ഥാനം. അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം മൂത്തവരാണ്. ഇങ്ങനെയൊക്കെ ഉള്ള തത്വങ്ങൾ ഇപ്പൊ കഥ തുടങ്ങിയപ്പോൾ തന്നെ ഒരു 3-4 തത്വങ്ങൾ അതിന്റെ അകത്തുണ്ട്. ഇതേപോലെ കഥ തീരണതിന്റെ അകത്ത് പല കാര്യങ്ങൾ ഇതിന്റെ അകത്ത് കാണും. അതുപോലെ ഒരു സ്വപ്ന ദർശനത്തിലും പല 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 കാര്യങ്ങൾ അതിന്റെ അകത്ത് കാണും. അതിലൊരു 3-4 കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തി മനസ്സിലാക്കാൻ പറ്റിയാൽ തന്നെ അത്രയും നമുക്ക് ഭാഗ്യവും നമുക്ക് അത്രയും ഉയർച്ചയും വരും. ഒരു 1-2 കാര്യം കണ്ടെത്തിയാൽ തന്നെ ഓക്കെ. 7 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവൻ ഏതാണ്ട് നല്ല ലെവലിൽ ആത്മീയമായി വളർന്നു വരും എന്നുള്ളതിന് ഉറപ്പാണ്. പക്ഷെ അത് പാടാണ്. പക്ഷെ നമ്മൾ മെനക്കെട്ടിരുന്ന് ഓരോന്ന് കണ്ടുപിടിച്ചെടുക്കുന്നത് ഇങ്ങനെ പല 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 കാര്യങ്ങൾ നമ്മൾ കൂട്ടി നോക്കി ഒന്നും മിസ്സായി പോകരുത്. സകല കാര്യങ്ങളും നമ്മൾ ഓർമ്മയിലെടുത്ത് അതെല്ലാം നമ്മൾ നിസ്സാരം എന്ന് പറഞ്ഞ് മിസ്സാക്കി കളയുന്ന ചില മൈന്യൂട്ട് കാര്യത്തിലായിരിക്കും നമുക്ക് വേണ്ട വലിയ ഇൻഫർമേഷൻ ഇരിക്കുന്നത്. ഇത് പ്രധാന പോയിന്റാണ്. എനിക്ക് ദൈവം എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. സ്വപ്നത്തിലൂടെ നമ്മൾ മിസ്സാക്കി കളയുന്ന ഇത് പറഞ്ഞു വരുമ്പോൾ ഇതങ്ങ് സീരിയസ് എടുക്കൂല. അങ്ങനെ എടുക്കാത്ത കളയുന്ന കാര്യങ്ങളിലായിരിക്കും നമുക്ക് വേണ്ട പ്രധാന കാര്യങ്ങൾ കിടക്കുന്നത്. അവ വ്യാഖ്യാനിച്ച് നമ്മൾ വ്യാഖ്യാനിച്ച് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളടുത്ത് എന്റെ അടുത്ത് തന്നെ മെസ്സേജിലൂടെ സ്വപ്നം പറയുമ്പോൾ ഈ കണ്ടത് തുടക്കം മുതൽ അവസാനം വരെയും അതുപോലെ ഒന്നും തെറ്റാതെ പറഞ്ഞാലേ അതിന്റെ അകത്തുനിന്ന് യഥാർത്ഥ അർത്ഥം ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഒന്നല്ല, പല പല കാര്യങ്ങൾ കാണും. ഇത് നിങ്ങൾ പ്രധാനമായിട്ട് ഓർക്കണം. പിന്നെ ഇതില് ഓരോരുത്തരുടെ സ്വപ്നവും എനിക്കിങ്ങനെ വ്യാഖ്യാനിച്ച് പറയാൻ പാടാണ്. അതങ്ങനെ ഒരിക്കലും എനിക്ക് പറ്റൂല. കാരണം ഇപ്പോൾ ഒരു 25 പേര് അവരുടെ മെസ്സേജ് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അയച്ചാൽ പോലും എനിക്ക് പറ്റൂല. എനിക്ക് ഒരു 5 പേരെ 6 പേരെയൊക്കെ കഷ്ടിച്ച് പറ്റും. ബാക്കി ജസ്റ്റ് കേട്ട് സ്പീഡായിട്ട് കേട്ട് അങ്ങ് കളയാൻ പറ്റുള്ളൂ. മിക്കതും പൂർണ്ണവുമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് വ്യാഖ്യാനിച്ചെടുക്കേണ്ടതും ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ നൽകണത്, പറഞ്ഞു തരുന്നതിന്റെ കാരണം ഇത് നിങ്ങൾ തന്നെ ആത്മീയത്തിൽ വളർന്ന് വരാൻ വേണ്ടി ദൈവം ഇതിലൂടെ ചെയ്യുന്ന കാര്യമാണ്. കാരണം ദൈവത്തിന്റെ പ്ലാൻ ഇനി അങ്ങനെയാണ്. വേറൊരാളിലൂടെ എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെയല്ല. നിങ്ങൾ തന്നെ ആത്മീയത്തിൽ വളർന്ന് ഈ വിധ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ സ്വന്തമായി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ ആളെ പറ്റിക്കാനിരിക്കുന്ന ഈ കള്ള പുരോഹിതന്മാർ, ഈ കപടക്കാരുണ്ടല്ലോ, ബിസിനസ്സായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുടെ മുന്നിൽ പോയി അബദ്ധം പറ്റാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായി ദൈവം ഈ അന്ത്യകാലത്ത് തരുന്ന ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് നിങ്ങളെ തന്നെ ഉയർത്തിയെടുത്ത് നിങ്ങളെ ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി തെറ്റിപ്പോവാതെ മുന്നോട്ട് പോവുക. അപ്പൊ അതിലൊരു ട്രെയിനറാണ് ഞാൻ. എന്റെ ഡ്യൂട്ടി വെച്ചാൽ നിങ്ങളെ ആ ഒരു ലെവലിൽ ആക്കി എടുക്കുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജിലൂടെ ആ ലെവലിൽ പറഞ്ഞിരുന്നത്. അപ്പൊ ഇയാൾക്ക് ഈ കഴിവുണ്ടല്ലോ എന്നും പറഞ്ഞ് സ്വപ്നങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിരുന്ന എനിക്ക് ജീവിക്കാനായിട്ട് വേറൊരു ജോലിയുണ്ട്. അപ്പൊ എനിക്ക് അതിൽ ഫുൾ തിരക്കാണ്. അതിനിടയിലാണ് സമയം കിട്ടി പെട്ടെന്ന് ഇതും കൂടെയൊക്കെ ചെയ്യണത്. അപ്പൊ ദൈവം എന്നെ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് പേഴ്സണലായിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ പഠിപ്പിച്ച് അങ്ങനെയല്ല, അടിസ്ഥാന ആ അറിവുകളും ആ ഒരു തിയറി അതൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ നിങ്ങൾ അതൊക്കെ കേട്ട് മനസ്സിലാക്കി പല പല വ്യാഖ്യാനങ്ങളൊക്കെ ഞാൻ ഈ സ്വപ്നത്തിന്റെയൊക്കെ ഈ മെസ്സേജിലൂടെയൊക്കെ പറയും. ഇനി അങ്ങോട്ട് മെസ്സേജുകൾ വരും. അതിലൂടെയല്ല, നിങ്ങൾ തന്നെ മനസ്സിലാക്കി എടുത്തിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായി വ്യാഖ്യാനിച്ച് നോക്കണം. അപ്പൊ നിങ്ങൾ തന്നെ മാക്സിമം വളർന്നു വരണം. അപ്പം വ്യാഖ്യാനിച്ച് നിങ്ങൾ തന്നെ ശ്രമിക്കണം. ആദ്യമൊക്കെ പാടായിരിക്കും, നിങ്ങൾ പലതും മിസ്സായിപ്പോ. എന്നാലും പേടിക്കേണ്ട, നിങ്ങൾ ആത്മാവിന് ഇത് അറിയാം. ഇത് നിങ്ങൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ വേറെ ഏതെങ്കിലും ഒരു കഥയിലൂടെ അടുത്ത വേറെ സ്വപ്നത്തിലൂടെ ഇത് നിങ്ങൾ മനസ്സിലാക്കി തന്നിരിക്കും. പിന്നെ ചിലർ പറയും ഒരുപാട് സ്വപ്നങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്, ഒരു ദിവസം തന്നെ ഒരു 7-8 വരെയൊക്കെ ചിലപ്പോൾ കണ്ട ദിവസങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് ഒന്നാമത് പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്മുടെ ആത്മാവ് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നതാണ് മെയിനായിട്ട് ഈ സ്വപ്നം എന്ന് പറയുന്നത്. നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്, പറ്റാൻ പോകുന്ന തെറ്റുകൾ അല്ലെ അബദ്ധങ്ങൾ നമുക്ക് കഥാരൂപണെ കാണിച്ചു തരുന്നത്, നമ്മൾ ഇംപ്രൂവ്മെന്റ് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പലതും കാണിച്ചു തരും നമുക്കുള്ള സംശയങ്ങളുടെ ഉത്തരങ്ങളും ഈ സ്വപ്ന രൂപേണ നമുക്ക് ഇങ്ങോട്ട് കാണിച്ചു തരും. അപ്പൊ നമുക്ക് ഈ മനസ്സ് ഒരുപാട് ഓടുന്ന ഒരു വ്യക്തി, ഇപ്പൊ ഒരാൾക്ക് ഏത് സ്വപ്നങ്ങളൊക്കെ കാണുന്ന ലെവലിലേക്ക് ആത്മീയമായി വളർന്നു വന്ന ഒരു വ്യക്തി സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങിയാൽ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ പകൽ സമയത്ത് നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള നമ്മുടെ സംശയങ്ങൾ, ഇതെല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയും, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം സൃഷ്ടാവാൻ ദൈവത്തിലേക്ക് ആ ഒരു സിഗ്നൽ പോലെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ ഉത്തരമെല്ലാം കൂടെ രാത്രി ഒന്നിച്ചിഞ്ഞ് വരും. അപ്പൊ പല പല കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സിലിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ എല്ലാം ഉത്തരം ഒന്നിച്ചിങ്ങനെ വരണതാണ് ഒരുപാട് ദർശനങ്ങളായിട്ട്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും ക്ലിയർ ആവില്ല. കാര്യം എല്ലാം കൂടെ കുഴഞ്ഞു പോകും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് കിടന്ന് കാട് കയറി സംശയങ്ങളിട്ട് ചോദിക്കാതെ
ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒരു സംശയം, ആദ്യം ഒരു സംശയം, ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നും കൊണ്ട് അത് എന്തുകൊണ്ടാണ്, ഇതിന്റെ കാരണം എന്താണ്, ഇത് ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിരിക്കുമ്പോൾ അതിൻ്റെത് മാത്രമായിട്ട് നമുക്ക് സ്വപ്നം പോലെ വരും. അപ്പോൾ നമുക്ക് രാവിലെ നല്ല ഓർമ്മയിൽ നിൽക്കും. പക്ഷേ നമ്മൾ പല 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 സംശയങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ചിലര് ഒരു സംശയം ചോദിക്കും, അതിന്റെ ഉത്തരം പറഞ്ഞു തീർന്നതിന് മുമ്പ് തന്നെ അടുത്ത സംശയം, അത് തീർന്നതിന് മുമ്പ് തന്നെ അടുത്ത സംശയം. അപ്പൊ ഞാൻ പറയും ഇതൊന്നും അയാളുടെ തലയിലിരിക്കില്ല. കാരണം സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ നമ്മുടെ മെമ്മറിയിൽ എല്ലാം ഇങ്ങനെ ഒന്നിനൊന്നിങ്ങനെ കയറി 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 ഇരിക്കില്ല. എല്ലാം പലതും മറന്നു പോകും. ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യം മാത്രമേ മെമ്മറിയിൽ ഇരിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ഈ സംശയം, നമ്മുടെ മനസ്സ് ഇങ്ങനെ അതൊന്നിങ്ങനെ ശരിയോ ഇതെങ്ങനെ ശരിയോ, അപ്പൊ അത് ചെയ്യട്ടെ, ഇതിന്റെ ഇടയിൽ കൂടെ കുടുംബകാര്യം ചോദിക്കും, ഇങ്ങനെ എല്ലാം കൂടെ ചോദിക്കുമ്പോൾ നമ്മുടെ വരുന്ന സ്വപ്നങ്ങളും ഇത് പല രീതിയിലും പലതിന്റെ ഉത്തരങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നുന്നു ഇതൊന്നും അങ്ങോട്ട് യോജിക്കുന്നില്ലല്ലോ, ഓരോന്നും ഓരോരോ കഥകൾ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കണം, ഓരോരോ ആൻസേഴ്സ് ആണ്, ഓരോ കാര്യത്തിനുള്ള ആൻസറുകളാണ് ഇങ്ങനെ ഇഷ്ടംപോലെ വരുന്നത്. ഇത് ഒരു വശം. ഇനി ഒരുപാട് സ്വപ്നങ്ങൾ ആവർത്തിച്ച് കാണുന്നു, ഒരേപോലത്തെ സ്വപ്നങ്ങൾ തന്നെ പിന്നെ ആവർത്തിച്ച് കാണുന്നു. ഇപ്പൊ ഒരു അപകടം വരുന്നതായിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ മല കയറി ഭയങ്കരമായ പൊക്കമുള്ള മലയിൽ വലിഞ്ഞ് കയറുന്നു, അവിടെ ചെല്ലാൻ പറ്റുന്നില്ല, അതിന്റെ ഇടയ്ക്ക് വഴിക്ക് വെച്ച് നമ്മൾ കുഴഞ്ഞു വീഴുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്വപ്നങ്ങളുണ്ട്. ഇതിനർത്ഥം നമ്മൾ എന്തിനോ വേണ്ടി ശ്രമിക്കുന്നു. ചിലപ്പോൾ ആത്മീയത്തിലെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഭൗതിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, എന്തിനോ വേണ്ടി ശ്രമിക്കുന്നു, കഠിനമായി ശ്രമിച്ചിട്ടും നിങ്ങൾക്കത് പറ്റുന്നില്ല എന്ന രീതിയിൽ കാണിച്ചു തരുന്നതാണ്. അപ്പം ഇത് ഇങ്ങനെ പല ആവർത്തി ഇങ്ങനെ കാണിച്ചു തരണമെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരേ ടൈപ്പ് സ്വപ്നം പല രീതിയിലും പല ദിവസങ്ങൾ കൊണ്ടേ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഇതെന്താണ് ഇങ്ങനെ ആവർത്തിച്ച് കാണുന്നത്? ഇതിനർത്ഥം നിങ്ങളുടെ ഈ ഒരു കുഴപ്പത്തിന്റെ ഒരു കാര്യം എന്തോ നമ്മുടെ ആത്മാവ് ആവർത്തിച്ച് പറയുകയാണ്. ഇപ്പൊ നമ്മൾ തന്നെ നമ്മളെ മക്കളെടുത്ത് പറയും, എടാ ചെറുക്ക അങ്ങനെ ചെയ്യല്ലേ, എടാ അങ്ങോട്ട് പോവല്ലേ, നീ പിന്നെ എന്തിനു നമ്മൾ നമ്മളെ മക്കളോട് ഒരു തെറ്റ് കാണുമ്പോൾ അല്ലെ തെറ്റിൽ പോകുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പോലെയാണ് പ്രകൃതിയെ സൃഷ്ടാവാൻ ദൈവം നമുക്ക് ആവർത്തിച്ച് ഇൻഫർമേഷൻ തരുന്നതാണ്. നിന്റെ വഴി തെറ്റാണ്, നീ ശ്രമിക്കുന്നത് പാഴാണ് എന്ന് ഇങ്ങനെ കാണിച്ചു തരുന്നതാണ്. അതാണ് ഈ ആവർത്തിച്ച് ചില സ്വപ്നങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തേ പറയാം.